കോതമംഗലത്തിന്റെ സ്വപ്ന പദ്ധതിയായ തങ്കളം കാക്കനാട് നാലുവരിപ്പാത ഉപേക്ഷിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. MLAയുടെ അനാസ്ഥയാണ് പദ്ധതി നഷ്ടപ്പെടാൻ കാരണം. പ്രതിഷേധവുമായി വ്യാഴാഴ്ച കോതമംഗലത്ത് ധർണ സംഘടിപ്പിക്കുമെന്ന് ബ്ലോക്ക് പ്രസിഡന്റുമാരായ ഷമീർ പനക്കലും ബാബു ഏലിയാസും പറഞ്ഞു. കോതമംഗലത്തിന് വലിയ നേട്ടങ്ങൾ കൊണ്ടുവരുന്നതായിരുന്നു നിർദ്ദിഷ്ട തങ്കളം കാക്കനാട് നാലുവരിപ്പാത. മൂവാറ്റുപുഴ കാക്കനാട് റോഡുമായി ബന്ധിപ്പിക്കുമെന്ന പ്രഖ്യാപനം നാലുവരിപ്പാതയെ ഇല്ലായ്മ ചെയ്യുന്നതാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് മന്ത്രിയും MLAയും ചെയ്യുന്നത്. 2006 UDF സർക്കാരിന്റെ കാലത്താണ് നാലുവരിപ്പാത പദ്ധതി ആസൂത്രണം ചെയ്തത്. കഴിഞ്ഞ 10 വർഷമായി ഒന്നും ചെയ്തിട്ടില്ല. MLA തികഞ്ഞ അനാസ്ഥയാണ് പദ്ധതിയുടെ കാര്യത്തിൽ കാണിച്ചത്. പദ്ധതി ഇല്ലാതാകുന്നതുവഴി ഏറ്റവും നഷ്ടം സംഭവിക്കുന്നത് കോതമംഗലത്തിനാണെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ ഷമീർ പനക്കലും ബാബു ഏലിയാസും പറഞ്ഞു. ഇത് മൂവാറ്റുപുഴയുമായി ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ മറുപടി കിട്ടിയതിന് ശേഷം MLA ഇതുവരെ നിയമസഭയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഈ മറുപടി പറഞ്ഞതിന് ശേഷം ഇതേവരെ ഈ പ്രൊജക്ട് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി അതല്ല വേണ്ടത്. ഇവിടെ കോതമംഗലം പട്ടണത്തിന്റെ ആവശ്യകത മനസ്സിലാക്കിയിട്ടാണ് ഈ പ്രോജക്റ്റ് അന്ന് വിഭാവനം ചെയ്തത്. അല്ലാതെ കാക്കനാട് തങ്കളം പാത എന്ന് പറഞ്ഞുകൊണ്ട് കാക്കനാടിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നോ തങ്കളം കാക്കനാട് പാത നമ്മൾ കൊണ്ടുവന്നത്? തങ്കളം കാക്കനാട് പാത കോതമംഗലത്തിന്റെ ആവശ്യമായിരുന്നു. അതിന് മൂവാറ്റുപുഴയ്ക്ക് ക്ലബ്ബ് ചെയ്ത് ലിങ്ക് ചെയ്ത് അതിനെ ഈ റോഡിനെ ഇല്ലാതാക്കി. ഇന്ന് തന്നെ ഒരു പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന 2 ലൈനാണ്, 4 ലൈനാണ് നമ്മളത് വിഭാവനം ചെയ്തത്. 4 ലൈനാണ് തങ്കളം കാക്കനാട് പാത വിഭാവനം ചെയ്തത്. ഇവിടെ നിന്ന് 2 ലൈൻ റോഡ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ലോക്കൽ ബോഡി വർക്കുകളുടെ ഭാഗമായി നടക്കുന്നത്, പഞ്ചായത്ത് നഗരസഭാ വർക്കുകളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പറയുന്ന വർക്കുകളൊക്കെ നടക്കുന്നത്. ലോക്കൽ PWD റോഡുകളുടെ വർക്കാണ് അത് നടക്കുന്നത്. ഇത് ഈ ഒരു വലിയ പ്രൊജക്റ്റാണ്. ആ പ്രൊജക്റ്റ് ഇല്ലാതാകാൻ പറ്റില്ല. UDF ഗവൺമെന്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഈ പ്രൊജക്റ്റിന് വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിച്ച് നാലുവരിപ്പാത വേണ്ടെന്ന് വെക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം പുനഃപരിശോധിക്കണം. UDF സർക്കാർ അധികാരത്തിലെത്തിയാൽ പദ്ധതി നടപ്പാക്കും. LDF സർക്കാരിന്റെയും MLAയുടെയും അനാസ്ഥയ്ക്കെതിരെ വ്യാഴാഴ്ച കോതമംഗലത്ത് പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തുമെന്ന് നേതാക്കൾ പറഞ്ഞു. 10 വർഷമായിട്ട് ഈ MLAക്ക് കോതമംഗലത്ത് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഈ ജനങ്ങളുടെ മുന്നിൽ ഒന്നും പറയാൻ പറ്റിയിട്ടില്ല. ഈ അവസാന നിമിഷം ഈ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഇട്ടാൽ ഇവിടുത്തെ റോഡിന്റെ വികസനമാണ്, രാജ്യത്തിന്റെ വികസനമാണ്, ഈ കോതമംഗലത്തിന്റെ വികസനമാണെന്നൊന്നും പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു മനസ്സല്ല കോതമംഗലത്തെ ജനങ്ങളുടെ. അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 5-ാം തീയതി ഈ MLAയുടെ പരാജയം എവിടെ നിന്ന് തുടങ്ങുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമര പരിപാടികൾ വെച്ചിട്ടുള്ളത്. തീർത്തും കോതമംഗലത്തിന് 9.5 വർഷം നഷ്ടപ്പെടുത്തിയ ഒരു MLA, 10 വർഷം നഷ്ടപ്പെടുത്തിയ ഒരു MLA എന്ന് വേണമെങ്കിൽ നമുക്ക് ബോധിപ്പിക്കാവുന്ന ഒരാളാണ് കോതമംഗലത്തിന്റെ MLA. ഈ കാക്കനാട് കാര്യത്തിലെങ്കിലും അദ്ദേഹം ഉത്സാഹിച്ച് കോതമംഗലത്തിന് ഒരു വികസനത്തിന് ഒരു ആച്ചു കൂട്ടേണ്ടതായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ളത്. GTV ന്യൂസ്, കോതമംഗലം.